നമുക്ക് ഷാർജയിൽ ടൈപ്പിംഗ് സെൻ്റർ അറിയാം. ഞാനൊരു ഷാർജയിലൊരു ഷോപ്പ് കൊടുക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ്. അതൊരു സ്കോപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ പിന്നെ ഇതെല്ലാം അറിയുന്ന ഒരു ടീം നമുക്ക് കിട്ടുമോ? ഐ മീൻ ഒരു ഈ ടൈപ്പിംഗ് സെൻ്ററൊക്കെ അറിയുന്ന ആളുകളും ഉണ്ടാവും. ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് അറിയുന്ന ആരും ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് ക്ലിയർ ഉണ്ട്. അവിടെ കുറേ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതെ, ലീഗൽ ഫോർമാലിറ്റീസ് കുറേ അതിന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാം മീൻസ് അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവർ ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ലൈസൻസിലൊരു അറബി ലൈസൻസിലൊരു അറബി തന്നെയാണ്. അപ്പോൾ അവരെ പഴയ കൊണ്ടോട് ചോദിച്ചാൽ അവർ പറഞ്ഞ അവർ മുമ്പ് വെച്ചതാണ്. പിന്നെ അവർ ഒഴിവാക്കിയില്ല. മുമ്പ് ഞാൻ കൊണ്ടായിട്ടല്ലോ അങ്ങനെ വെച്ചതാണ്. അയാൾ പോകാത്തതാണോ വെച്ചതാണോ എന്നോട്. ലൈസൻസ് മേടിക്കണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള FDA കമ്മീഷൻ ഉണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ടും പഴയ റിപ്പോർട്ട് വന്നുകൊണ്ടോ എല്ലാം നോക്കണം. മേടിക്കുമ്പോൾ ഏറ്റവും വലിയ തലവേദനയാണ് പകുതി ഭാഗം സബ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ റിപ്പോർട്ടുകൾ മുഴുവൻ മേടിച്ചുള്ളേ വെക്കണം. പിന്നെ കുഴപ്പമില്ല, കമ്പനി പതിപ്പിച്ച് നമ്മൾ മേടിച്ചു. അപ്പോൾ അവരെല്ലാ സാധനങ്ങളും തരും. നമ്മൾ അവർക്ക് എല്ലാം ഓക്കെ എന്ന് പറയും. ചെക്കിക്കാത്തുണ്ട്. അതിൻ്റെ ചെക്കിന് നാളെ എനിക്കൊരു വരുവാണെങ്കിൽ 11 നിങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത ശേഷം എടുക്കാവുള്ളൂ. അതായത് ചെക്കിനകത്ത് കമ്മിറ്റി റിപ്പോർട്ട് എടുക്കുക. അതിന് ആയിട്ടുള്ള വാക്സ് സബ്മിഷൻ റിപ്പോർട്ട് എടുക്കുക. ഈ വാക്സ് സബ്മിഷൻ്റെ ബില്ലും എല്ലാം അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അത് നിങ്ങളുടെ ഈ വെട്ടിക്കാൻ വേണ്ടി എല്ലാവർക്കും ചുമ്മാ പർച്ചേസ് ബില്ല് കയറ്റിയിടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100,000 സെയിലുണ്ട്. അമ്മാരുടെ 100 ടണ്ണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഉണ്ട്. 100 ടണ്ണിന് പർച്ചേസ് കാണത്തില്ല. നിങ്ങളുടെ കയറ്റിയല്ലോ കാണുള്ളായിരുന്നു. ഒരുപാട് മണിക്കൂർ ചുമ്മാ അമ്മമാർ കയറ്റി. അതുകൊണ്ട് കംപ്ലീറ്റ് കഴിയുന്നതിനെ ഇങ്ങനെ ചെയ്താൽ പ്രശ്നം എന്താ? വാക്കെടുക്കേണ്ടതല്ല. അങ്ങനെ പ്രശ്നം വേട്ടെടുക്കണ്ട. അവർ ഭാവി എന്താ എപ്പോൾ വേണം നിങ്ങളുടെ സൈറ്റിൽ വന്ന് ചെക്ക് ചെയ്യും. അവർക്ക് 5 വർഷത്തേക്ക് അവർക്ക് വായിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് ആക്ട് 7 വർഷം അവർ വരാം. അവരെ കൊണ്ട് ഇത്രയും വലിയ കമ്പനിയിൽ നിന്ന് ഓടി നടക്കുക. ചെറിയ കമ്പനിയൊക്കെ ഇൻസ്റ്റോൾ ചെയ്യും. പക്ഷേ ചിലപ്പോൾ അവർ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് പെട്ടാപ്പെട്ടു. എൻ്റെ ഒരു ക്ലൈൻറ്റ് പെട്ടതാണ്. നാളെടുത്ത് കഴിഞ്ഞാൽ കുറേ അവന്മാർ കയറി ഇറങ്ങി കഴിഞ്ഞാൽ അവന്മാർ കാണുന്ന ബില്ല് എല്ലാം ചകഞ്ഞ് നോക്കി അവന്മാർ പറയുന്ന നിയമം അത്രേ ഉള്ളൂ. പല നിയമങ്ങളും അവന്മാർ പറയും. ആരുമില്ലേ? ചെരുപ്പന്തി പരിപ്പിന് പുറത്തേക്ക് വരും. അടിപോലെ 2 അടി കൂടെ അടിക്കും.
വീട്ടിലെ രണ്ട് ഫോട്ടോ അവിടെ കിട്ടിയ നല്ല ഇത് കിട്ടില്ല. ആ ശരി ഗുഡ് പ്ലേ. പറ്റില്ല.